വാട്ട് ഇറ്റ്സ് ലൈക്ക് ടു ബി ട്രാൻസ്ജെൻഡർ ലീ മുക്കോബെ. ഇപ്പം നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ എങ്ങനെയാണ് ഈ ട്രാൻസ്ജെൻഡറായി മാറിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു ലീ മുക്കോബെ. അപ്പോൾ അതിൽ പറയുന്നത് ഒരിക്കലും തന്നെ ഈ കുട്ടി സ്വന്തം ശരീരത്തിനോട് വെറുപ്പ് കാണിക്കുകയൊന്നും ചെയ്തിട്ടില്ല, സ്വന്തം ശരീരത്തെ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. ദെൻ സമൂഹം അവരെ ഒറ്റപ്പെടുത്താൻ തുടങ്ങിയ സയൻസ് ദ ഏജ് ഓഫ് 12 തന്നെ കിട്ടിയിരുന്നു. ദെൻ ഫ്രണ്ട്സ് എല്ലാം അവളെ ലെസ്ബിയൻ എന്ന് വിളിച്ചിട്ടാണ് കളിയാക്കിയിരുന്നത്. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ട്രാൻസ്ഫോബിയ എന്നുള്ളത് അതിൻ്റെ ഒരു ഇൻറ്റൻസിലോട്ട് എത്തുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ USA ആണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. നമുക്ക് ഇന്ത്യയിലെ കാര്യങ്ങളും കൂടി നമുക്കിതിലെടുത്ത് എഴുതാവുന്നതാണ്. കാരണം ഇന്ത്യയിൽ ഈ ട്രാൻസ്ജെൻഡർ ഇഷ്യൂസ് ധാരാളം നടക്കുന്നുണ്ട്. ട്രാൻസ്ജെൻഡർ ആയി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ കുറേ പേരെ കെട്ടിയിട്ട് മർദ്ദിക്കുക, അതുപോലെ തന്നെ അവരെ അടിച്ചാവശ്യമാക്കുക, മാനസികമായി തളർത്തി സൂസൈഡിലോട്ട് എത്തിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ ഈ ചാപ്റ്ററിലോട്ട് റെഫർ ചെയ്ത് എഴുതാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ചാപ്റ്ററിൻ്റെ കോണ്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ USA ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ തരുന്ന എക്സാമ്പിൾസ് മൊത്തം US നടന്നിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചിട്ടാണ് ഉള്ളത്. നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സൊസൈറ്റി അതായത് ഇന്ത്യൻ കൾച്ചറിനോടും കൂടി നമുക്കിതിൽ റിലേറ്റഡ് ആക്കാം. അതുപോലെ തന്നെ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ച ക്യൂർ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം. ട്രാൻസ്ജെൻഡേഴ്സിന് മാത്രമായിട്ട് പറയാൻ പറ്റില്ല നമുക്ക്, അതായത് ഈ സെക്ഷലി അതുപോലെ തന്നെ ജെൻഡർ സെക്സ് ഇതിൻ്റെ പേരിലൊക്കെ അബ്യൂസസ് അനുഭവിക്കുന്ന എല്ലാവരുടെയും അല്ലെങ്കിൽ മൈനോറിറ്റീസിൻ്റെയും എല്ലാവരുടെയും കൂട്ടിയിട്ടൊരു കൂട്ടായ്മ എന്നുള്ള തരത്തിലാണ് അവർ ഈ ക്യൂർ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു കാര്യങ്ങളെല്ലാം നമുക്കിതിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് പറയാൻ പോകുന്നത് അമ്മയുടെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നാണ്. മൈ മദർ ഫിയേഴ്സ് ഐ ഹാവ് നെയിംഡ് മൈ സെൽഫ് ആഫ്റ്റർ ഫേഡിങ് തിങ്സ്. ഈ പറയുന്നത് അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്, ഞാൻ എങ്ങാനും ഇനി നഷ്ടപ്പെട്ടു പോവോ, ഫേഡിങ് തിങ്സ്. As she counts the echoes left behind by Myahal, Leela Alcorn, then Blake Brockington. പിന്നെ അമ്മ നോക്കുന്നത് ഈ മൂന്ന് വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡേഴ്സാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നവരുമാണ്. അപ്പം ഇതുപോലെ ഈ 3 പേരെ പോലെ തന്നെ എൻ്റെ മകളും ആയിത്തീരുമോ എന്നുള്ള പേടിയാണ് അമ്മയ്ക്ക്. ഷീ ഫിയേഴ്സ് ദാറ്റ് ഐ വിൽ ഡൈ വിത്തൗട്ട് എ വിസ്പർ. അതായത് വിസ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, അപ്പം അതിന് പോലും സാധിക്കാതെ ഞാൻ മരിച്ചു പോകുമോ എന്ന് അമ്മയ്ക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ദാറ്റ് ഐ വിൽ ടേൺ ഇൻ ടു വാട്ട് എ ഷെയിം കോമ്പൻസേഷൻ അറ്റ് ദി ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കൂടുന്ന സ്ഥലമാണ്. അപ്പോൾ അതിനെ പറയുന്നത് സൊസൈറ്റി. അപ്പോൾ ഈ സൊസൈറ്റിയുടെ ഇടയിൽ ഞാനെന്ത് വാട്ട് എ ഷെയിം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലോട്ട് എത്തുമോ എന്ന് അമ്മയ്ക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. ഷീ ക്ലെയിംസ് ഐ ഹാവ് ടേൺഡ് മൈസെൽഫ് ഇൻ ടു എ മിസോളിയം. മിസോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോംബ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ ദാറ്റ് ഐ ആം എ വാക്കിംഗ് കാസ്കറ്റ്. അതായത് കാസ്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോഫി. അപ്പോൾ അതേപോലെ ശവമഞ്ചം എടുത്തു കൊണ്ടുവന്ന പോലെ എന്നെയും കൊണ്ടുപോകുമെന്ന് അമ്മയ്ക്ക് പേടിയായിരുന്നു. അതായത് മരിച്ച് മരണഘോഷയാത്ര കൊണ്ടുപോകുമോ എന്നാണ് അമ്മയ്ക്ക് പേടി. അപ്പോൾ ഈ മൗസോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോംബാണ്. ടോംബ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കവാടങ്ങളെല്ലാം മാറ്റുക, അതിൻ്റെ ഉള്ളിൽ അറകൾ, അതിൻ്റെ ഉള്ളിൽ റൂംസ് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇനി അതുപോലെ ആയിത്തീരുമോ എന്ന് അമ്മയ്ക്ക് പേടിയുണ്ടായിരുന്നു. ദെൻ ന്യൂസ് ഹെഡ്ലൈൻസ് ഹാവ് ടേൺഡ് മൈ ഐഡൻറ്റിറ്റി ഇൻ ടു എ സ്പെക്ടക്കിൾ. അതായത് ഇനി ഇവിടെ പറയാൻ പോകുന്നത് ബ്രൂസ് ജെന്നർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ കാര്യമാണ്. ബ്രൂസ് ജെന്നർ ഓൺ എവറി വൺസ് ലിപ്സ് വൈൽ ദ ബ്രൂട്ടാലിറ്റി ഓഫ് ലിവിങ് ഓൺ ദിസ് ബോഡി ബിക്കം ആൻ ആസ്ട്രിക് അറ്റ് ദ ബോട്ടം ഓഫ് ഇക്വാലിറ്റി പേജസ്. ഇക്വാലിറ്റി പേജസ് എന്നോട് ഉദ്ദേശിക്കുന്നത് ന്യൂസ് പേപ്പർ അതുപോലെ തന്നെ മാഗസീനിലൊക്കെ വരുന്ന വാർത്തകൾ തന്നെയാണ്. അപ്പോൾ അവരൊക്കെ വാർത്ത കൊടുക്കുന്നത് അത്രയും ഫേമസ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ അമ്മയ്ക്ക് പേടിയാണ്, എന്നെ അതുപോലെ ഇവർ ആക്കി മാറ്റുമെന്ന് അമ്മയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ബ്രൂസ് ജെന്നർ എന്ന് പറഞ്ഞ ആൾ ഒരു ഫേമസ് ടെലിവിഷൻ അവതാരകനും അതുപോലെ തന്നെ ഒളിമ്പിക്സിലെ ഗോൾഡ് മെഡലിസ്റ്റും ആയിരുന്നു. അപ്പോൾ US ഈ സംഭവം. അപ്പോൾ ആൾ 2015 ആയപ്പോൾ ട്രാൻസ് വുമണായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ അതുപോലെ തന്നെ സർജറി എല്ലാം കഴിഞ്ഞ് 2017
അപ്പോൾ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരാൾ, അതായത് ഒരു ടെലിവിഷൻ പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ ഒളിമ്പിക് ഗോൾഡ് മെഡലിസ്റ്റ്, അങ്ങനെയുള്ള ആൾ ഒരു ട്രാൻസ് വുമണായിട്ട് മാറിയപ്പോൾ അത് അത്രയും പബ്ലിസിറ്റി നേടിയ ഒരു ന്യൂസായിരുന്നു. അത് എല്ലാ മാഗസീൻസിലും അതുപോലെ തന്നെ ന്യൂസ് പേപ്പറിലും ടെലിവിഷനിലും എല്ലാം ഹെഡ്ലൈനായി അതുപോലെ തന്നെ വാർത്തയായി നിറഞ്ഞു നിന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതുപോലെ തൻ്റെ മകളെയും കാണിച്ച് ആക്ഷേപിക്കുമോ, നാണം കെടുത്തു പോകുന്നുള്ള പേടിയൊക്കെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. ഇനി ഇതിൽ പറയുന്ന വേറെ 3 പേരുടെ കാര്യം പറയാം. മ്യാഹൾ, ലീല അൽക്കോൺ ആൻഡ് ബ്ലേക്ക് ബ്രോക്കിൻസ്റ്റൺ. സോ മ്യാഹൾ എന്ന് പറഞ്ഞത് ഒരു 27 ഓൾഡ് ട്രാൻസ്ജെൻഡർ വുമൺ ആയിരുന്നു. ദെൻ ഹു വാസ് ഷോട്ട് ഡെഡ് ബൈ പോലീസ് ഇൻ ബാൾട്ടിമോർ USA on 30th March 2015. സോ ഇതിൽ ഈ എക്സാമ്പിൾ തന്ന ഈ 4 പേരുടെയും ഇയർ 2015 ആണ്. അതൊന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ പറയുന്നത് 27 വയസ്സാണ് ഈ മ്യാഹൾ എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസ്ജെൻഡർ വുമണിന്. അപ്പോൾ പോലീസുകാർ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത് ബാൾട്ടിമോർ USA വെച്ചിട്ട് March 13th 2015 ഫോർ ടേക്കിംഗ് എ റോങ് ടേൺ ഓൺ ദി റോഡിൽ ജസ്റ്റ് ഒന്ന് റോങ് ടേൺ എടുത്തതിനാണ് മ്യാഹളിന് എന്ത് ചെയ്യുന്നത്, വെടിവെച്ച് കൊല്ലുന്നത്. The police version claimed that she had a history of robbery and prostitution, but the transgender community describes the incident as an example of transphobia. അപ്പോൾ ഇവിടെ പറയുന്നത്, പോലീസുകാർ പറയുന്നത് അവൾക്ക് പ്രോസ്റ്റിറ്റ്യൂഷൻ്റെ അതുപോലെ തന്നെ റോബറിയുടെയും ഒരു ഇതുണ്ടായിരുന്നു, ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. സോ റോങ് ടേൺ എടുത്തപ്പോൾ അതും ബേസ് ചെയ്തിട്ടായിരിക്കാം അവൾ പോകുന്നത് എന്ന് വെച്ചിട്ടാണ് വെടിവെച്ചതെന്നാണ്. പക്ഷേ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി പറയുന്നത് അതൊന്നല്ല, ഇത് ട്രാൻസ്ഫോബിയയുടെ ഭാഗമായിട്ട് നടന്ന ഒരു കൊലയാണെന്നാണ്. ഇനി നെക്സ്റ്റാണ് ലീല അൽക്കോൺ. അതൊരു അമേരിക്കൻ ട്രാൻസ്ജെൻഡർ ഗേളായിരുന്നു ഹു കമ്മിറ്റഡ് സൂയിസൈഡ് അറ്റ് ദി ഏജ് ഓഫ് 17. 17 വയസ്സിൽ സൂയിസൈഡ് ചെയ്തു. അതിന് എന്തിനു വേണ്ടിയിട്ടാണ്? ടു സ്റ്റോപ്പ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് അബ്യൂസ് ആഫ്റ്റർ ബീയിങ് സ്ട്രക്ക് ബൈ എ സെമി ട്രെയിലർ ഒഹിയോ USA. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രിമിനേഷൻ അതുപോലെ തന്നെ അബ്യൂസസ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൾ സൂയിസൈഡ് ചെയ്തത്. ഇൻ ഹർ സൂയിസൈഡ് നോട്ട് ഷീ സൈറ്റഡ് ലോൺലിനെസ് ആൻഡ് ഏലിയനേഷൻ. അപ്പോൾ ഈ ഒരു നോട്ടിൽ അവൾ എഴുതിയിരിക്കുന്നത് ഏലിയനേഷൻ എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ പാരൻസ് നെഗ്ലക്റ്റ്, ദെൻ പിന്നെ അതുപോലെ സൊസൈറ്റിയിൽ നിന്ന് വരുന്ന ആ ഒരു ഒറ്റപ്പെടുത്തൽ എല്ലാം കാരണമാണ് താൻ സൂയിസൈഡ് ചെയ്യുന്നതെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് ബ്ലേക്ക് ബ്രോക്കിൻസ്റ്റൺ, an American transgender man who committed suicide after being struck by several vehicles on Charlotte, North Carolina, USA on 23rd March 2015. അപ്പോൾ ഇവിടെ വരുന്നത് ട്രാൻസ്ജെൻഡർ മാനാണ്, സൂയിസൈഡ് ചെയ്തു എന്ന് 23rd March 2015 ബിഫോർ ടേണിങ് 19. 19 വയസ്സാകുമ്പോഴാണ് ആ സമയത്താണ് ആൾ സൂയിസൈഡ് ചെയ്യുന്നത്. ഹി വാസ് ദ ഫസ്റ്റ് ഓപ്പൺലി ട്രാൻസ്ജെൻഡർ ഹൈസ്കൂൾ ഹോം കമ്മിങ് കിങ് ഓഫ് ദി സ്റ്റേറ്റ്. ഇങ്ങനെയുള്ള ഒരാളായിട്ടാണ് ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ഹൈസ്കൂൾ ഹോം കമ്മിങ് കിങ് ഓഫ് ദി സ്റ്റേറ്റ്. അപ്പോൾ ഇങ്ങനെ വലിയ നിലയിൽ നിൽക്കുന്ന അത്രയും ഒരു പൊസിഷനിലൊക്കെ എത്തി നിൽക്കുന്ന ഒരാളാണ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്, സൂയിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്. മെയിനായിട്ടും സൊസൈറ്റിയിൽ നിന്ന് അവർക്ക് വേണ്ട അംഗീകാരം ലഭിക്കുന്നില്ല എന്നുള്ള കാരണം കൊണ്ടാണ് ഇവരെല്ലാവരും സൂയിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മ്യാഹൾ, ലീല അൽക്കോൺ അതുപോലെ തന്നെ ബ്ലേക്ക് ബ്രോക്കിൻസ്റ്റനെ കുറിച്ച് പറയാനുള്ളത്. ഈ ബ്രൂസ് ജെന്നറിൻ്റെ പേര് വില്യം ബ്രൂസ് ജെന്നർ എന്നാണ്. അങ്ങനെ ആണ് അയാൾ അറിയപ്പെട്ടിരുന്നത് എന്ന് വരെ 2015 വരെ. ദെൻ 2015 ജെന്നർ കെയിം ഔട്ട് ആസ് എ ട്രാൻസ് വുമൺ ആണ്. എന്നിട്ടൊരു നെയിം സ്വീകരിച്ചു, കെയ്റ്റ്ലിൻ മാരി ജെന്നർ എന്ന് പറഞ്ഞിട്ടൊരു മാരി ജെന്നർ എന്ന് പറഞ്ഞിട്ട് പേര് സ്വീകരിക്കുകയാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റഡ് ദ സെക്സ് റീഅസൈൻമെൻറ്റ് സർജറി ഇൻ 2017. അതാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു സർജറിക്ക് ആയിരുന്നു ന്യൂസ് ഹെഡ്ലൈൻസിൽ വന്നിരുന്നത്. അപ്പോൾ ഇനി ലീ മൊക്കബെ അല്ലെങ്കിൽ ഈ ഒരു കുട്ടി, അത് ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ്സ് ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ കുട്ടീനെ ലീ മൊക്കബെ എന്ന് വിളിച്ചത്. അപ്പോൾ ഈ ഒരു കുട്ടി ഇങ്ങനെ ഒരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ അത് ന്യൂസ് ഹെഡ്ലൈൻസ് ആവും. അതുപോലെ തന്നെ എന്താണ് ഇക്വാലിറ്റി പേജസ്, അതായത് മാഗസീനിലും ന്യൂസ് പേപ്പറിലും എല്ലാം ഒരു വാർത്തയാകുമെന്ന് ഈ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ് ഉണ്ടായിരുന്നു. No one ever thinks of us as human because we are more ghosts than flesh.
അപ്പോൾ ഇനി ഈ വരുന്ന പാരഗ്രാഫിൽ വരുന്ന ട്രാൻസ്ഫോബിയയുടെ ഒരു എന്താണ് പറയുക എക്സ്ട്രീം ആയിട്ടുള്ള ഭാഗങ്ങളാണ്. നോ വൺ എവർ തിങ്സ് ഓഫ് us ആസ് ഹ്യൂമൻ. ആരും തന്നെ ഞങ്ങളൊരു മനുഷ്യരായിട്ട് ഒരു വ്യക്തിയായിട്ട് കണക്കാക്കുന്നില്ല. ബിക്കോസ് വി ആർ മോർ ഗോസ് ദാൻ ഫ്ലഷ്. എന്താണ് ഞങ്ങളെ അവരൊരു ഫ്ലഷ് ഇല്ല എന്നുള്ള അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ഒരു മനുഷ്യരായിട്ടല്ല കാണുന്നത്. ഞങ്ങൾ വരുമ്പോഴേക്കും എന്തോ ഒരു പ്രേതത്തിനെ കണ്ട പോലെയാണ് അവർ പേടിച്ച് മാറുന്നത്. ട്രാൻസ്ഫോബിയയുടെ ഒരു ഉദാഹരണമാണ്. ബിക്കോസ് പീപ്പിൾ ഫിയർ ദാറ്റ് മൈ ജെൻഡർ എക്സ്പ്രഷൻ ഇസ് എ ട്രിക്ക് ദാറ്റ് ഈസ് എക്സിസ്റ്റ് ടു ബി പേഴ്വേഴ്സ്. അപ്പോൾ പീപ്പിൾ വിചാരിക്കുന്നത് എൻ്റെ ഈ ജെൻഡർ എക്സ്പ്രഷൻ, അതായത് ഈ ട്രാൻസ്ജെൻഡർ എന്നുള്ള ആ ഒരു എക്സ്പ്രഷൻ ഒരു ട്രിക്കാണ് എന്നാണ് അവരുടെ വിചാരം. ദാറ്റ് ഈസ് എക്സിസ്റ്റ് ടു ബി പേഴ്വേഴ്സ്. അതായത് നമ്മളൊരു അൺറീസണബിൾ വേ അല്ലെങ്കിൽ അൺആക്സെപ്റ്റബിൾ വേയിൽ നടക്കുന്നത് മറ്റുള്ളവരുടെ ഒരു അറ്റൻഷൻ കിട്ടാനാണ് എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡും ഈ മനുഷ്യരിൽ നിന്ന് കിട്ടാറുണ്ട്. ദാറ്റ് ഇറ്റ് ensnares them without their consent, that my body is feast for their eyes and hands. അപ്പോൾ പറയുന്നത് ensnares എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാപ്പ് ഓർ ക്യാച്ച് സംബഡി ഇൻ എ സ്നെയർ. അതായത് നമ്മൾ ശത്രുവിനെയൊക്കെ കൊടുക്കുക എന്ന് പറയില്ലേ, നമ്മൾ വലയിൽ കൊടുക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പം അതേപോലെയാണ് ആളുകൾ ഇവരെ കാണുന്നത്. ഒരു മനുഷ്യത്വമോ ഒരു ദയോ അല്ലെങ്കിൽ അവരൊരു മനുഷ്യനാണെന്നുള്ളൊരു കോൺസെപ്റ്റോ ഒന്നും തന്നെ ആളുകൾക്ക് ഇവരോട് ഇല്ല. മൈ ബോഡി ഈസ് എ ഫീസ്റ്റ് ഫോർ ദെയർ ഐസ് ആൻഡ് ഹാൻഡ്സ്. അതായത് അവർക്കൊരു കൗതുക വസ്തു പോലെയാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ബോഡി എന്നാണ് പറയുന്നത്. അവർക്ക് ഇങ്ങനെ കൗതുകം തോന്നിയിട്ട് നോക്കാനും കണ്ടു ചിരിക്കാനും എല്ലാം ഉള്ളൊരു വസ്തു. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഒരു മെൻ പെട്ടെന്നൊരു വുമണായിട്ട് ചേഞ്ച് ആകുമ്പോൾ അവരുടെ ബോഡിക്ക് ഇപ്പം നമുക്കറിയാം മേരിക്കുട്ടി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അപ്പോൾ ആ ഒരു ആൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്ത്രീയായി പ്രത്യക്ഷപ്പെടുമ്പോൾ ആളുകൾ അവളെ നോക്കി ചിരിക്കുകയും കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ഈ പോയത്തിന് ആ ഒരു ക്യാരക്ടർ മേരിക്കുട്ടി, ഞാൻ മേരിക്കുട്ടി എന്നുള്ള ഫിലിം. Then once they have fed off my cure, they will regurgitate all the parts they did not like. അപ്പോൾ പറയുന്നത് ക്യൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു അംബർല ടേമാണ്. സെക്ഷൽ ആൻഡ് ജെൻഡർ മൈനോറിറ്റീസ് എല്ലാവരും കൂടി ചേർന്നുണ്ടാക്കിയ ഒരു അംബർല ടേമാണ്. ഇറ്റ് വാസ് വൺസ് എ ഡെറഗേറ്ററി ടേം ബട്ട് നൗ ഇറ്റ് ഈസ് യൂസ്ഡ് എ പൊളിറ്റിക്കൽ ഡിഫെൻസ് അഗെയിൻസ്റ്റ് അബ്യൂസ്. ആദ്യം ഇതൊരു ഡെറഗേറ്ററി ടേം ആയിരുന്നു. ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് പൊളിറ്റിക്കൽ ഡിഫെൻസ് ആയിട്ടാണ്, അഗെയിൻസ്റ്റ് അബ്യൂസിനെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഡിഫെൻസ് ആയിട്ടാണ് നമ്മൾ ഈ ടേം ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ദെൻ പറയുന്നു ദേ വിൽ ഫെഡ് ഓഫ് മൈ ക്യൂർ, ദേ വിൽ റെഗർജുറേറ്റ്. അതായത് എന്താണ് ഓൾ ദ പാർട്സ് ദേ ഡിഡ് നോട്ട് ലൈക്ക്. ഇവിടെ ഛർദ്ദിക്കുക അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. ടു ബ്രിങ് ബാക്ക് ഓൾറെഡി സ്വാലോഡ് ഫുഡ് ബാക്കപ്പ് ത്രൂ വൺസ് ത്രോട്ട് ഓർ ദ മൗത്ത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങനെ നമ്മളെ അവശ്യരാക്കുന്നതാണ് പറയുന്നത്. നമ്മളിലുള്ള എല്ലാം അവർ പുറത്തെടുക്കുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ആ ഒരു ഇവിടെ ഉദ്ദേശിക്കുന്ന ആ ട്രാൻസ്ജെൻഡർ എന്നുള്ള ആ ഒരു സംഭവത്തെ, ആ ഒരു ജെൻഡറിനെ എന്ത് ചെയ്യുന്നില്ല, ഇവർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവർ അത്രയും ഒന്നെങ്കിൽ നമ്മളെ മെൻ്റലി ആയിരിക്കാം അല്ലെങ്കിൽ ഫിസിക്കലി അവർ നമ്മളെ ഹരാസ് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ദേ വിൽ പുട്ട് മീ ബാക്ക് ഇൻ ടു ദ ക്ലോസെറ്റ്. പിന്നെ പറയുന്നത് ക്ലോസെറ്റ് നമ്മൾ നേരത്തെ ഏകദേശം പറഞ്ഞു, സ്വകാര്യത എന്നുള്ളൊരർത്ഥം, സ്വകാര്യ മുറി. ദേ വിൽ പുട്ട് മീ ബാക്ക് ഇൻ ടു ദ ക്ലോസെറ്റ്, ഹാങ് മീ വിത്ത് ഓൾ ദ അതർ സ്കെൽറ്റൻസ്, ഐ വിൽ ബി ദ ബെസ്റ്റ് അട്രാക്ഷൻ. പറയുന്നത് ചിലപ്പോൾ അവരെന്നെ എന്ത് ചെയ്യും, കൊല്ലാൻ പോലും മടിക്കില്ല. ചിലപ്പോൾ അവരെന്നെ ഒരു റൂമിൽ ഒരു സ്വകാര്യത ആയിട്ടുള്ള ഒരു ഇതിലേക്ക് ഒതുക്കി നിർത്തും. അല്ലെങ്കിൽ ഹാങ് മീ വിത്ത് ഓൾ ദ അതർ സ്കെൽറ്റൻ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു പുട്ട് people back into the closet. It refers to the common experience of placing the transgenders in the closet to reform them. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഈ ട്രാൻസ്ജെൻഡേഴ്സിനെയൊക്കെ എന്ത് ചെയ്യുന്നു, ക്ലോസറ്റിലോട്ട് ഇടും. ക്ലോസറ്റ് മീൻസ് സ്വകാര്യത എന്നാണ് ഇവിടെ അർത്ഥം. ടു റിഫോം ദം. ദെൻ ഐ വിൽ ബി ദ ബെസ്റ്റ് അട്രാക്ഷൻ, ഞാനായിരിക്കും ബെസ്റ്റ് അട്രാക്ഷൻ.
Can you see how easy it is to talk people into coffins, to misspell their names or gravestones? And people still wonder why they are boy rotting. They go away in high school hallways and they are afraid of becoming another hashtag in a second, afraid of classroom discussions becoming like Judgment Day, and now oncoming traffic is embracing more transgender children than parents. പിന്നെ പറയുന്നത് ക്യാൻ യു സീ ഹൗ ഈസി ഇറ്റ് ടു ബി ടോക്ക് പീപ്പിൾ ഇൻ ടു കോഫിൻസ്. കോഫിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശവമഞ്ചാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ക്യാൻ യു സീ ഹൗ ഈസി ഈസ് ടു ടോക്ക് പീപ്പിൾ ഇൻ ടു കോഫിൻസ് ടു മിസ്പെൽ ദെയർ നെയിംസ് ഓൺ ഗ്രേവ് സ്റ്റോൺസ്. അതോട് ഉദ്ദേശിക്കുന്നത് മരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. മിസ്പെൽ ദെയർ നെയിംസ് ഓൺ ഗ്രേവ് സ്റ്റോൺ. ഗ്രേവ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ശവക്കല്ലറയിൽ വെക്കുന്ന പേരെഴുതിയിട്ടുള്ള ആ ഒരു സ്റ്റോണിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം മരിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ. ആൻഡ് പീപ്പിൾ സ്റ്റിൽ വണ്ടർ വൈ ദേ ആർ ബോയ്സ് റോട്ടിങ് ആൻഡ് ദേ ഗോ അവേ ഇൻ ഹൈ സ്കൂൾ ഹോൾവേസ് ആൻഡ് ദേ ആർ അഫ്രൈഡ് ഓഫ് ബിക്കമിങ് അനദർ ഹാഷ്ടാഗ് ഇൻ എ സെക്കൻഡ്, അഫ്രൈഡ് ഓഫ് ക്ലാസ് റൂം ഡിസ്കഷൻ ബിക്കംസ് ലൈക്ക് ജഡ്ജ്മെൻറ്റ് ഡേ. അപ്പോൾ ഇനി ഇവിടെ പറയുന്നത് ഹാഷ്ടാഗ്. ഹാഷ്ടാഗിനെ നമുക്കറിയുന്നതാണ് എ വേർഡ് ഓർ ഫ്രേസ് preceded by a hash sign used in social media, website or applications to identify message on a particular topic. പിന്നെ പറയുന്നത് ജഡ്ജ്മെൻറ്റ് ഡേ. അക്കോർഡിംഗ് ടു ക്രിസ്ത്യാനിറ്റി ദ ഡേ ഇസ് ദ വേൾഡ് എൻഡ്സ് ആൻഡ് എവരി വൺ ഈസ് റിക്വയർഡ് ടു സ്റ്റാൻഡ് അപ്പ് ഫോർ ദ ഫൈനൽ വേർഡിക്റ്റ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അവർ ഹാഷ്ടാഗ് ഒക്കെ ഇട്ടിട്ട് പോസ്റ്റ് ചെയ്യുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ അങ്ങനെ പോസ്റ്റ് ചെയ്താലും നമ്മൾ ഡയറക്റ്റ് ഒരു എക്സ്പീരിയൻസ് വരുമ്പോൾ, നമ്മൾ അല്ല, ഞാൻ പറയുന്ന ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയതാണ്, ആളുകൾ ഹാഷ്ടാഗ് ഇട്ടിട്ട് ട്രാൻസ്ജെൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റുകൾ ഇടുന്നു. പക്ഷേ ഒരു ജീവിതത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ടാവില്ല, ട്രാൻസ്ജെൻഡേഴ്സിനെ അംഗീകരിക്കാത്തവരായിരിക്കും. പിന്നെ ഇവിടെ ജഡ്ജ്മെൻറ്റ് ഡേനെ കുറിച്ച് പറയുന്നു. അതായത് ക്രിസ്ത്യാനിറ്റിയിലുള്ളൊരു വിശ്വാസമാണ്. ഇപ്പോൾ ഇവർ ചർച്ചിൽ ഇരുന്നിട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ക്രിസ്ത്യാനിറ്റി എന്താണ്, ലോകം അവസാനിക്കുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, അവർ ഫൈനൽ വേർഡിക്റ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ദൈവത്തിന് മുന്നിൽ നിൽക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസത്തെ പേടിച്ചുകൊണ്ട് ആയിരിക്കാം ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, ചിലർ ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ചിലരെന്താണ്, അങ്ങനെ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ കുറേ പേര് ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ ഇങ്ങനെ മർദ്ദിച്ചതിനും അതുപോലെ തന്നെ അവരോട് ക്രൂരമായി പെരുമാറിയതിനും എന്ത് ചെയ്യേണ്ടി വരും, വിധി കേൾക്കാനായിട്ട് നിൽക്കേണ്ടിയും വരുന്നു. അതാണ് ഇങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ട് പറയുന്നത്. സെക്കൻഡ്, അതുപോലെ തന്നെ അതേഴ്സ് എന്നൊക്കെ പറയുന്നത്. And now oncoming traffic is embracing more transgender children than parents. പിന്നെ പറയുന്നത് now oncoming traffic is embracing എന്താണ് പറയുന്നത്, more transgender children than parents. പിന്നെ പറയുന്നത് ഇപ്പോഴത്തെ സമൂഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനൊക്കെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് എന്താണ് റെഡി ആകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ചില ആളുകൾ മാത്രമാണ് ഇപ്പോൾ പാരൻസ്, അതായത് നമ്മുടെ ജനറേഷൻ ഗ്യാപ്പിൽ വരുമ്പോഴുള്ള മാറ്റങ്ങൾ നമുക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ ചില പാരൻസ് എന്ത് ചെയ്യുന്നു, ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല, ചിലർ ട്രാൻസ്ജെൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ, നമ്മുടെ ഇപ്പോഴത്തെ സമൂഹം, അതായത് യൂത്ത്, അവരെല്ലാം ഇപ്പോൾ ട്രാൻസ്ജെൻഡറിനെ അംഗീകരിച്ച് തുടങ്ങി എന്നുള്ളൊരു മെസ്സേജും കൂടി പറയുന്നുണ്ട്. I wonder how long it will be before the trans suicide notes start to feel redundant, before we realize that our bodies become lessons about sin way before we learn how to love them. അപ്പോൾ പറയാണ് I wonder how long it will be എന്ന് പറയുന്നത്, I wonder എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൗ ലോങ് ഇറ്റ് വിൽ ബി, ഞാൻ ആഗ്രഹിക്കുകയാണ്, അതായത് എത്ര കാലം എടുക്കും ഈ ഒരു കാര്യങ്ങൾ, അതായത് ട്രാൻസ് സൂയിസൈഡ് നോട്ട് ഒക്കെ സ്റ്റാർട്ട്സ് ടു ഫീൽ റിഡൻഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസ് ഓർ സൂപ്പർ ഫ്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ പറയുന്നത് ഇനി എന്നാണ് ഇതൊക്കെ അവസാനിക്കുക, ബിഫോർ വി റിയലൈസ് ദാറ്റ് അവർ ബോഡീസ് ബിക്കം ലെസൺസ് അബൌട്ട് സിൻ വേ ബിഫോർ ടു വി ലേൺ ഹൗ ടു ലവ് ദം.
പറയുന്നത് നമ്മളൊരു ബോഡി, ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഇങ്ങനെ സൂയിസൈഡ് ചെയ്യാനുള്ള മെയിൻ കാരണം അവരെന്നെ ഒറ്റപ്പെടുത്തുന്നു, അതുപോലെ തന്നെ അവരുടെ ബോഡി ഇങ്ങനെയായി മാറി എന്നുള്ളത് കൊണ്ടൊക്കെയാണ്. അപ്പോൾ ഇവിടെ പറയാണ്, നിങ്ങളങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ പാപമൊന്നുമല്ല. പിന്നെന്താണ് പറയുന്നത്, നമ്മൾ നമ്മുടെ ശരീരത്തെ സ്നേഹിക്കണം എന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. ലൈക്ക് ഗോഡ് ഡിഡ്ന്റ് സേവ് ഓൾ ദിസ് breath and mercy, like my blood is not the vein that washed over Jesus' feet, my prayers are now getting stuck in my thought. അപ്പോൾ പറയുന്നത് നമ്മളെന്തായാലും സേവ് ചെയ്യാൻ ഗോഡൊന്നും വന്നൊന്ന് വരില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ തന്നെ സേവ് ചെയ്യണം. പിന്നെ പറയുന്നു, മൈ ബ്ലഡ് ഈസ് നോട്ട് ദ വൈൻ ദാറ്റ് വാഷസ് ഓവർ ജീസസ് ഫീറ്റ്. അപ്പോൾ അവിടെ പറയുന്നത് ഒരു ബിബ്ലിക്കൽ അല്യൂഷനാണ്. ഒരു സിൻഫുൾ വുമൺ അത് ജീസസിൻ്റെ ഫീറ്റ് വാഷ് ചെയ്ത ഒരു കഥയുണ്ട്. ലൂക്ക 7:36-50 വരെയുള്ള ഭാഗങ്ങളിലാണ് കാണാൻ പറ്റുക. ദ സ്പീക്കർ ബ്രിങ്സ് ഇൻ എ കമ്പാരിസൺ ബിറ്റ്വീൻ എ സിൻഫുൾ വുമൺ ഓഫ് ദി ബൈബിൾ ആൻഡ് വൺസെൽഫ്. അപ്പോൾ അതായത് ഇവിടെ ഈ സ്പീക്കർ എന്ത് ചെയ്യുന്നു, ഈ സിൻഫുൾ വുമൺ, ഈ പാപം ചെയ്ത ഈ സ്ത്രീയോട് എന്ത് ചെയ്യുന്നു, ഇവരുടെ ഈ ഒരു അവസ്ഥ ഉപമിക്കുകയാണ് ചെയ്യുന്നത്. സോ ദ ലൈൻ ഇൻഡിക്കേറ്റ് പെസിമിസം ഓഫ് ദിസ് ട്രാൻസ്ജെൻഡർ പേഴ്സൺ ഹൂസ് പ്രേയേഴ്സ് ആർ അൺആൻസേർഡ്. ഇപ്പോൾ ദൈവത്തിനോട് ഈ ചർച്ചിൽ പോയിട്ട് ഇങ്ങനെ കുറേ ചോദിക്കുന്നുണ്ട്, എന്നാണ് ഇത് അവസാനിക്കുക, എന്നാണ് ഈ സൂയിസൈഡ് റേറ്റ് കുറയുക, എന്നാണ് മറ്റുള്ളവർ കളിയാക്കൽ നിർത്തുക എന്നൊക്കെ ചോദിച്ചിട്ട് ഈ പോയിറ്റ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉത്തരം കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു ശുഭാപ്തി വിശ്വാസം പോവാണ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്ക് എന്താണ്, പ്രേയേഴ്സിനൊന്നും ആൻസറും കിട്ടുന്നില്ല. അപ്പോൾ ആളാകെ എന്ത് ചെയ്യാണ്, ഒരു മെൻ്റലി ഒരു വിഷമത്തിലോട്ട് ചെല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ജീസസിൻ്റെ ഫീറ്റ് കഴുകുന്നത് ആ ഒരു സിൻഡ് വുമണാണ്. അപ്പോൾ അതോടുകൂടി അവളുടെ പ്രശ്നങ്ങളെല്ലാം തീരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതുപോലെയാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ എന്തായാലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതായത് ദൈവത്തിൻ്റെ കാല് കഴുകാനൊന്നും ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ മൈ പ്രേയേഴ്സ് ആർ നൗ ഗെറ്റിംഗ് സ്റ്റക്ക് ഇൻ മൈ തോട്ട്. അതായത് എൻ്റെ പ്രേയേഴ്സ് എൻ്റെ തോട്ടിൽ നിൽക്കുകയാണ്. അതായത് ദൈവം നിങ്ങൾക്ക് ആൻസർ ഒന്നും തരുന്നില്ല. The condition of being unable to say something due to one's emotional state. Stuck in my thought എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ, നമുക്ക് കരച്ചിൽ വരുമ്പോഴാണ് നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത്. ഇമോഷണൽ സ്റ്റേറ്റാണ് അത്, അത്രയും വിഷമത്തിലായി മാറുകയാണ് ചെയ്യുന്നത്. കാരണം ദൈവം തൻ്റെ പ്രയറുകൾക്കൊന്നും ഉത്തരം നൽകുന്നില്ല, തൻ്റെ ജെൻഡർ ഫിക്സ് ചെയ്യാൻ പറഞ്ഞിട്ട് അത് കേൾക്കുന്നില്ല, സൂയിസൈഡ് റേറ്റ് കുറയ്ക്കണം, ട്രാൻസ്ജെൻഡേഴ്സിനോട് മറ്റുള്ളവരുടെ മനോഭാവം ശരിയാക്കണം എന്നെല്ലാം ദൈവത്തിനോട് അപേക്ഷിച്ചിട്ടും അതൊന്നും തന്നെ നടപ്പാക്കുന്നില്ല എന്ന് ഈ ഒരു പോയിറ്റിന് മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്, പ്രേയേഴ്സ് ആർ നൗ ഗെറ്റിംഗ് സ്റ്റക്ക് ഇൻ മൈ തോട്ട്. അതായത് ഇമോഷണൽ സ്റ്റേറ്റാണ്, ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് എത്തി, അതായത് അത്രയും വിഷമത്തിലായി മാറുകയാണ് ചെയ്യുന്നത്. Maybe I am finally fixed. Maybe just don't care. Maybe God finally listened to my prayers. പിന്നെ ഒരു ആൾക്കൊരു ഹോപ്പ് വരെയാണ്, ഒരു ഒപ്റ്റിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്. ഇപ്പം നേരത്തെ പ്രീവിയസ് ടെൻസിൽ എന്താണ്, പെസിമിസമാണ് വന്നത്. അതായത് എല്ലാ വിശ്വാസവും നഷ്ടപ്പെട്ടു, ഉത്തരമൊന്നും ലഭിക്കുന്നില്ല, ആകെ വിഷമത്തിലിരിക്കുകയാണ്. എന്നാലും ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റിൽ ഹോപ്പ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഐ വിൽ ബി ഫിക്സ്, എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറും, എന്നെ ദൈവം ശരിയാക്കും. ആൻഡ് മേ ബി ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യില്ല, അതിനെക്കുറിച്ച് അത്ര ഇതായിട്ട് ചിന്തിക്കില്ല. മേ ബി ഗോഡ് ഫൈനലി ലിസൺ ടു മൈ പ്രേയേഴ്സ്. ചിലപ്പോൾ ദൈവം എന്ത് ചെയ്യും, എൻ്റെ പ്രേയേഴ്സിലൊക്കെ ലിസൺ ചെയ്യും. അപ്പോൾ ഇതൊരു ചർച്ച് ബാക്ക്ഗ്രൗണ്ടാണ്. ചർച്ചിൽ ഇരുന്നിട്ട് ആലോചിക്കുന്ന കാര്യങ്ങളാണ്, ദൈവത്തിനോട് പറയുകയാണ് ഇതെല്ലാം, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അപ്പോൾ എൻ്റെ കാര്യങ്ങൾ ശരിയാക്കി തരണം എന്നാണ് പറയുന്നത്. പക്ഷേ ദൈവം ആൻസർ ചെയ്യുന്നില്ല. എന്നിട്ട് ലാസ്റ്റ് ഈ പോയം അവസാനിക്കുമ്പോൾ ചർച്ചിൽ വെച്ചിട്ട് ആൾ വിചാരിക്കുന്നുണ്ട് ഞാൻ എന്തായാലും ശരിയാവുമായിരിക്കും. ഒപ്റ്റിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡാണ് കാണുന്നത്, ശുഭാപ്തി വിശ്വാസമൊക്കെ വരുന്നുണ്ട്. ഐ വിൽ ബി ഫിക്സ് എന്ന് വിചാരിക്കുന്നു. അത് വീണ്ടും പ്രയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ ചിലപ്പോൾ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന് വിശ്വസിക്കുന്നു.
ദെൻ നമ്മൾക്ക് നോക്കാനുള്ളത് ഫസ്റ്റ് വാട്ട് ഡു ദ സ്പീക്കർ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. വാട്ട് ഡു ദ സ്പീക്കർ ആസ് ജീസസ് ഇൻ ദ ഫസ്റ്റ് പ്രയറിൽ എന്താണ് പറയുന്നത്? ടു ഫിറ്റ്സ് ഹിം, ദാറ്റ് ഈസ് ടു അസൈൻ ഹിം എ സ്പെസിഫിക് ജെൻഡർ റോൾ, ഒരു സ്പെസിഫിക് ജെൻഡറിലോട്ട് എത്തിക്കാൻ പറയുന്നു. ദെൻ ഇനി എക്സ്പ്ലെയിൻ ബട്ട് ഷെയിം ലിങ്കേർഡ് ആസ് ആഫ്റ്റർ ടേസ്റ്റ്, അതായത് ഷെയിം ഓഫ് ബീങ് ഐദർ എ ബോയ് ഓർ ഗേൾ, അതായത് സ്വയം ജെൻഡർ നിശ്ചയിക്കാൻ പറ്റാത്ത ആ ഒരവസ്ഥ, അതിനെയാണ് പറയുന്നത്. വാട്ട് ഡിഡ് ദ മദർ ഡു ടു റീഇൻട്രൊഡ്യൂസ് ദ സ്പീക്കർ ടു സാനിറ്റി? ദ മദർ റീഇൻട്രൊഡ്യൂസ് ദ സ്പീക്കർ ടു സാനിറ്റി ബൈ ടെല്ലിംഗ് ദ സ്പീക്കർ ദാറ്റ് ഹി വാസ് എ മിറക്കിൾ ആൻഡ് could grow up to be anything he wanted. Then I decided to be a boy. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? His mother told him he is a miracle and could grow up, be anything he want. Then he decided to be a boy and he felt it is cute with toothless broad smiles and used his skinny knees just like boys of the age and played with them. അവന് ബോയ്സിൻ്റെ പോലെ അവരോടൊപ്പം കളിക്കാനൊക്കെയായിരുന്നു ഇഷ്ടം. ദെൻ ഐ വാസ് മിസ്റ്ററി ഓഫ് എൻ അനാട്ടമി, അതായത് ആബ്സെൻസ് ഓഫ് ഫിക്സ്ഡ് ജെൻഡർ ആണ് പറയുന്നത്. ദെൻ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, നമ്മൾ ബാക്കിയെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് എടുക്കുന്ന ടൈമിൽ. ഇനി കെൻ ആൻഡ് ബാബി, അത് ഞാൻ പറഞ്ഞു ടോയ്സ് ആണ്. അപ്പോൾ ഇവിടെ പറയുന്നത് കെൻ ഈസ് ബാബീസ് ബോയ് ഫ്രണ്ട് എന്നാണ് പറയുന്നത്. അത് നമ്മൾക്കുള്ള ആ ഡോൾസാണ് നമ്മൾ കളിക്കാൻ കൊടുക്കുന്നത്. ദെൻ she, my mother, fears that I will die without a whisper. Why? The speaker's mother fears that the speaker will die without a whisper because they heard many transgender people died in the same way. അതാ മ്യാഹള്ളിയിൽ അൽക്രോൺ, അതുപോലെ ബ്ലേക്ക് ബ്രോക്കിൻസ്റ്റൺ ഇവരെല്ലാം മരിച്ചു എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് പേടിയാണ് ചെയ്യുന്നത്. Then who was മ്യാഹൾ? മ്യാഹൾ was 27 years old transgender woman. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. Shot dead by the police in Baltimore. ദെൻ അടുത്തത് വരുന്നത് explain now oncoming traffic is embracing more transgender children and parents. The line means that transgender children getting more acceptance among public and the public are more sympathetic and considerate are given to them than their parents. അതായത് ഇപ്പോൾ നമ്മുടെ ജനറേഷൻ, ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ യൂത്ത്, അവർ ട്രാൻസ്ജെൻഡേഴ്സിനെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. My prayers are now getting stuck in my thought. What did the speaker fear so? The speaker now knows that he can't be fixed by his prayers and so doesn't care about his anatomy. Then though he want a solution but there is no answer. Okay, answer ഒന്നും കിട്ടുന്നില്ല, അപ്പോൾ പിന്നെ ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ല. ഇനി നെക്സ്റ്റ് പോയറ്റിക് സ്റ്റൈലാണ്. സോ ഇത് നമ്മൾ പറഞ്ഞു ട്രാൻസ്ജെൻഡറിനെ കുറിച്ചിട്ടുള്ള പോയമാണ്. ട്രാൻസ്ഫോബിയാണ് ഇതിൽ കാണിക്കുന്നത്. ആൻഡ് ഇതിലൊരു ഓട്ടോബയോഗ്രഫിക്കൽ ടച്ച് ഇതിൽ വരുന്നുണ്ട്. സോ ഹിസ് പോയം ഈസ് ഇൻക്രെഡിബിൾ. ഹിസ് ഫ്രേസസ് ആർ മീനിങ്ഫുൾ ആൻഡ് ഡീപ്പ് ആൻഡ് കൺവേ ദി ഇഷ്യൂസ് ഓഫ് ട്രാൻസ്ജെൻഡർ പീപ്പിൾ എഫക്റ്റീവ്ലി. അപ്പോൾ ഓരോ ലൈൻസും ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പ്രോബ്ലംസാണ് എടുത്ത് കാണിക്കുന്നത്. Then he uses simile, alliteration and metaphors beautifully and definitely is more easily to connect to. അപ്പോൾ ഇവിടെ യൂസ് ചെയ്ത alliteration, simile, then metaphors ആണ്. The stanzas are irregular and run on lines, അതായത് enjambment. നമ്മൾ പറഞ്ഞു ഡീപ്പ് മീനിങ് ഒക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വല്ല അലൂഷൻസ് ഒക്കെ ഉള്ളതാണ് ഈ enjambment എന്ന് പറയുന്നത്. His statements are down to earth and hold a unique power. Then he does not answer all the questions for the audience or reader, but lets them reflect the answers themselves. When he recites the poem in TED shows, TED, his presentation style is strong and he speaks fluently and strongly. One can feel his emotion through his word. സ്വയം ഒരു ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് തന്നെ ഈ പോയം അതിൻ്റേതായ ശൈലിയിൽ റിസൈറ്റ് ചെയ്യാനായിട്ട് ലീ മൊക്കബേക്ക് സാധിക്കുന്നു. ദെൻ ഇറഗുലർ ആയിട്ടാണ് സ്റ്റാൻസാസ് ഉള്ളത്. ഇനി നെക്സ്റ്റ് ബോയ്ഹുഡ് ഫേസ് ഈസ് വാട്ട് ഇറ്റ്സ് ലൈക്ക് ടു ബി ട്രാൻസ്ജെൻഡർ. സോ ബോയ്ഹുഡ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹി ഡിസ്കസസ് ദ ഫാക്ട് ദാറ്റ് he was taught from a young age
that what he felt was something that needed to be cured and how he prayed to be fixed. പറയുന്നത് ചെറുപ്പം മുതൽ വിചാരിച്ചത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവുന്നായിരുന്നു, പക്ഷെ ഒന്നും ശരിയായിട്ടില്ല. He talks about how at a certain age it no longer looks like a phase but instead becomes something to live every day with the present as his personality. He discusses the trouble of coming out of the closet and distinguishing between being just homosexual and being transgender. Then he balances the awkwardness of a boy and girl, and he can't know really what is he. And at the age of 12, the boy face did not look nice anymore. സോ ഇവിടെ ഒരു കൺഫ്യൂഷൻ, 12 വയസ്സായപ്പോൾ എന്താണ് ബോയ് ഫേസ് അത്ര നല്ലതല്ല എന്ന് പറയുന്നു. ദെൻ ഇവിടെ ഒരു ക്ലോസറ്റ്, അതായത് തൻ്റെ ആ ഒരു സ്വകാര്യമായ ലോകത്ത് നിന്ന് പുറത്തു വരാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.